വരുൺ, പരസ്പരം ഇഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്ത് സാധാരണ എല്ലാവരും പറയാറുള്ള ഒരു കാര്യമുണ്ട്, തെരുവിലേക്ക് കൈപിടിച്ചിറങ്ങേണ്ടി വന്നാലും കൂടെ ഉണ്ടാവുമെന്ന്. നമ്മുടെ കാര്യത്തില് അറം പറ്റിയതുപോലെയായി. ഒരിക്കലും ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന്. ഉണ്ടായതല്ലോ, കരുതിക്കൂട്ടി ഉണ്ടാക്കിയതല്ലേ. അപ്പോ തല താഴ്ത്തല്ലോ വേണ്ടത്, അവർക്ക് നേരെ ചങ്കൂറ്റത്തോടെ നിൽക്കണ്ടേ. ഇനി എന്ത് ചങ്കൂറ്റ്? അച്ഛന്റെ മുമ്പിൽ നിന്ന്, അമ്മയുടെ മുമ്പിൽ നിന്ന്, മുത്തശ്ശിയുടെ മുമ്പിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ട ഒരുത്തന് തെരുവിൽ എന്ത് ചങ്കൂറ്റം കാണിക്കാനാ? എനിക്കറിയില്ലായിരുന്നുള്ളൂ എല്ലാവരുടെ ലക്ഷ്യം ഞാനാണെന്ന്. അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നറിഞ്ഞിരുന്നെങ്കിൽ എത്രയോ മുമ്പേ ഞാൻ അവർക്ക് തലകുനിച്ച് കീഴടങ്ങി കൊടുക്കുമായിരുന്നു. പിന്നെ അച്ഛനെയും അമ്മയും മുത്തശ്ശിയും ഏട്ടനൊന്നും ദ്രോഹിക്കില്ല എന്നുള്ള ഉറപ്പ് മാത്രം മതിയായിരുന്നു എനിക്ക്. നമ്മളെ പടയിറക്കിട്ട് അവരെ അടിമയാക്ക. അങ്ങനൊന്നും ചിന്തിക്കണ്ട. ചെറിയച്ഛൻ അവരോട് ചിലപ്പോ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കണം, തനിക്കത്രേ ഉള്ളൂ. ചെറിയച്ഛനെയും ചെറിയമ്മയെ കുറിച്ചൊക്കെ ഇനി നല്ല ചിന്തിക്കാനുണ്ട്. ഏറ്റവും വിഷമം എന്താണെന്നറിയോ? ഇതിനെല്ലാം ഇടയത് ഞാൻ കാരണം എന്നുള്ളതാ. ബെഞ്ചമിൻ എന്ന ഒരുത്തനെ ഞാൻ അവനുമായിട്ട് വിശ്വസിച്ചു. എന്റെ അമ്മ, നമ്മുടെ കുടുംബം എല്ലാം അവന്റെ കയ്യിൽ ഒതുങ്ങി. ബെഞ്ചമിൻ ആരാണെന്ന് കുറെ കാലമായിട്ട് നമ്മൾ അന്വേഷിക്കുന്നതാ. ഇനി അയാൾ ആരാണെന്നുള്ള അന്വേഷണത്തിന്റെ ആവശ്യമില്ല. അയാൾ ആരാണെന്ന് ചെറിയച്ഛൻ പറയാതെ പറഞ്ഞു കഴിഞ്ഞു. എന്റെ ഫ്രണ്ട്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഏത് സ്ഥലത്തെത്തിയാലും അവിടെ എന്തെങ്കിലും ഒരു ചാൻസ് കണ്ടുപിടിക്കുന്നവനാണ് വരുണെന്ന്. പക്ഷെ ഇനി എന്ത് ചെയ്യും? അതെ, ഞാൻ പ്രതീക്ഷിക്കുന്ന ഇങ്ങനെയല്ല കേട്ടോ. എന്റെ കൈയും പിടിച്ചിട്ട് നമുക്ക് നോക്കാടി പെണ്ണേന്നും പറഞ്ഞ് ഒരൊറ്റ നടത്തങ്ങ് നടക്കുന്ന ആളാ എന്റെ മനസ്സിൽ. ചതിച്ചല്ലേ തോൽപ്പിച്ചത്, അപ്പൊ അവരോട് പോരാടി ജയിക്കണം. അച്ഛന്റെ സങ്കടം മാറ്റണം, അമ്മയുടെ സങ്കടവും മാറ്റണം, മുത്തശ്ശിക്ക് അടിമത്തം ഉണ്ടെങ്കിൽ അതും മാറ്റണം. നമുക്ക് കഷ്ടപ്പെടാം, ഞാൻ കൂടെ ഉണ്ടാവും, എന്റെ മരണം വരെയും ഉണ്ടാവും. അപ്പോ നമുക്ക് നടക്കാം അല്ലേ? പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ നടക്കാം.